അമ്മമ്മയാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത് എനിക്ക് വേണ്ടി. അമ്മമ്മ ഉണ്ടാക്കിയ പുട്ടും കടലക്കറിയും നമ്മൾ ചായയും കഴിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. ഇത് അമ്മമ്മ ഉണ്ടാക്കിയ എന്തോ ഒരു നല്ല മീൻകറിയാണ്. മീൻകറിയാണ് ഗൈസ്, മീൻകറി. അമ്മമ്മ സ്പെഷ്യൽ മീൻകറി ആൻഡ് കടലക്കറി ആൻഡ് പുട്ട്. നമ്മൾ നാട്ടിൽ വന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാല് ഫുഡ് കഴിക്കലാണ് ഗൈസ്, ഫുഡ് കഴിക്കല്. ഓക്കെ, ഞാനൊന്ന് കഴിച്ചിട്ട് അമ്മമ്മ കട്ട് ചെയ്യല്ലേ. അമ്മമ്മ എടുത്തപ്പോഴേ തല പൊട്ടിപ്പോയി ഗൈസ്. സാരമില്ല, ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എന്റെ തല കാണിക്കാം. അങ്ങനെ നമ്മള് എന്റെ ബിസിനസ് 1 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനൊരു മാല വാങ്ങിച്ചു, മാലയുടെ പൈസ ബാക്കി വന്നപ്പോ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു. ഇനി വിശക്കുന്നു ഗൈസ്, എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വിശക്കുന്നു ഗൈസ്, കഴിക്കണം ഗൈസ്, കഴിച്ചു വരാം ഗൈസ്. ഓക്കെ ഗൈസ്, എന്റെ ചേട്ടൻ നമുക്ക് 2 സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം അറേബ്യൻ ഫുഡും ഒരെണ്ണം നാട്ടിലത്തെ ഫുഡും. അപ്പൊ നമ്മള് ഡിസൈഡ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ എന്താ ഡിസൈഡ് ചെയ്തത്? അറേബ്യൻ ഫുഡാണ് ഗൈസ് നമ്മൾ ഡിസൈഡ് ചെയ്തത്. സോ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ അറിഞ്ഞില്ല. ഇത് 2 എന്തോ വേതാളോ 2 വേതാളം ഉണ്ട് ഗൈസ് എൻ്റെ കൂടി. പൊന്നുവാവ നമ്പർ 1, യാരു നമ്പർ 2. ഓക്കെ ഗൈസ്, ബൈ. നമ്മൾ ഈ ഹോട്ടൽ ചൂസ് ചെയ്യാൻ കാരണം കണ്ടൊന്ന് ഞാൻ വെള്ളം എങ്ങനെ വെള്ളം കുടിക്കാണ്ട് പഠിപ്പിക്കാം. നീ താഴ്ത്ത് കൊണ്ടുവരണം, നീ ഇതിനെ കെട്ടിപ്പിടിക്കണം. അങ്ങനെ എന്നിട്ടിങ്ങനെ പൊക്ക്, ഞാൻ നേരെ പൊക്കുന്ന താഴത്ത് കൊണ്ട് നേരെ പൊക്കണം. പിന്നെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. നീ വായനകത്ത് വെക്കണം, നീ വായിൽ വെക്ക്, എന്നിട്ട് തല ബാക്കിലോട്ടാക്കണം. നാട്ടിൽ വന്നാൽ നമ്മൾ ഫുഡ് പ്രിഫറൻസിൽ കാട്ടിലും AC ഉള്ള ഹോട്ടലാണ് ചൂസ് ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ ഒരു 2 ദിവസം കുറിച്ച് കിട്ടുന്ന ഇഷ്ടമില്ല. ഇവിടെ വന്ന് കത്തുന്ന കേസ് കുളിച്ചാലും ഇതന്നെ അവസ്ഥ. എൻ്റെ വളരെ സോഫ്റ്റ് സ്കിന്നാണ്. മന്തി ഗൈസ്, നമ്മളെപ്പോഴും കഴിക്കുന്ന മന്തി, എന്നും കഴിക്കുന്ന മന്തി. പാറു ബാംഗ്ലൂരിൽ കിട്ടുന്ന മന്തിയാണ് അടിപൊളി, അവർക്ക് ഇഷ്ടം. ഇപ്പൊ കോഴിക്കോട് മന്തി നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ്, അവർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ? പാറുവാണ് ഇഷ്ടം, റേറ്റിങ്ങിനാണ്. പാറു കഴിക്കാൻ സമ്മതിക്കില്ല. കഴിച്ച് കഴിഞ്ഞ് പറയും. എല്ലാവരും കഴിച്ചോ, ആദ്യത്തെ ബൈറ്റ് എടുക്കുമെന്നു പറയണം. പറയും ഫസ്റ്റ് ഏതാ, അതാണോ ഇതാണോ? അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവളുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അവിടുത്തെ വളരെ ഇഷ്ടം. ഇത് അടിപൊളിയാ. പാറുവിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. നോക്കട്ടെ ഗൈസ്, ആക്ച്വലി കമ്പയറബിൾ അല്ലല്ലോ. എന്നാലും ഇതാണ് ഗൈസ് നമ്മൾ ആഗ്രഹിച്ച ക്ലൈമറ്റ്. നാട്ടിലിപ്പോ ചൂടുണ്ട് ഗൈസ്, ബട്ട് ഫൈൻ. ചെറിയ മഴ, വിൻഡോ സീറ്റ്, പ്രൈവറ്റ് ബസ്സിലെ പ്ലേലിസ്റ്റ്. ഓ മാൻ, വേറെ എന്ത് വേണം? കൊള്ളാല്ലേ, നല്ല മഴയുണ്ട്. കോഴിക്കോട് എവിടെ മഴയാന്ന് തോന്നുന്നു.
മാറിയിട്ട് തണുത്ത പോയിട്ടെ അടിപൊളിയാണ്. പക്ഷേ മറ്റേ ഒട്ടല് പോയിട്ടില്ല. അത് നമ്മളെന്തോ വേറെ എന്തോ സ്ഥലത്തിനൊക്കെ വന്നിടക്കണേറ്റ് നീടല്ല കേട്ടോ. എന്നെ നോക്കിക്കൊണ്ട് ഞാൻ 2 വർഷമായിട്ട് ചായ കുടിപ്പിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടോ? നിനക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞില്ല. ചായ നോർമൽ ചായന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടമില്ല. പറയല്ല, നല്ല ചായ. നല്ല ചായ, നല്ല ചായ. ചാല അല്ല ചായ. സാറ് പറയുന്നത് ഈ ചായക്ക് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ആണ്. സാധാ ചായന്റെ ഒരു എനിക്ക് ഇവര് ലോലിപോപ്പ് തന്നു വിട്ടത്. ഗൈസ് നമ്മള് കോഴിക്കോട് വന്നിട്ട് ദ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഫുഡാണ് ഗൈസ് ഇപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടൻ സദ്യ. അടി ഉണ്ടാക്കടാ. പപ്പടം കിട്ടിയില്ലെന്ന് ഉറക്കെ പറയടാ. പപ്പടം കിട്ടിയില്ല അവരടാ. സീനാക്കടാ. എടാ ആരും കേട്ടില്ലടാ. മേമേനൊന്നും വിളിച്ചിട്ട് കാര്യല്ല. ഓന് പപ്പടം കിട്ടില്ല അത്ര ഗൈസ്. ഓർക്കെല്ലാം കിട്ടി. പപ്പടം കിട്ടി ഗൈസ്. ഓ എന്റെ മോനെ. കുറച്ച് പായസവും പപ്പടവും മിക്സ് ആക്കി കഴിക്കണം. ഇവിടെ പപ്പടം ചോറും മിക്സ് ആക്കി കഴിക്കുന്നു. പപ്പടാണ് ഇവിടുത്തെ വിഷയം. മറ്റേ എക്സ്ക്ലൂസീവ് വാർത്തക്ക് ചാനലാണ് നമ്മുടെ കോഴിക്കോട് വന്നതിന് ശേഷം റിയേച്ച് ആദ്യമായിട്ട് അവിൽ മിൽക്ക്, ജീവിതത്തിൽ ആദ്യമായിട്ട് അവിൽ മിൽക്ക് നമ്മുടെ ഇവിടുന്നാണ് കഴിക്കുന്നത്. നല്ല നല്ല ഇത് കെടി. ഫോക്കസ് ആവുന്നില്ല. ബട്ട് സ്റ്റിൽ സാരമില്ല. റിയേച്ച് കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. കോഴിക്കോടൻ അവിൽ മിൽക്കാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അരേ വാ. അടുത്ത പാറുവാണ് ഇത് സജസ്റ്റ് ചെയ്തത്. സജസ്റ്റ് ചെയ്ത ആൾക്ക് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കാണാം. അവള് ട്രിവാൻഡ്രം ലുലു മാളിൽ നിന്ന് കഴിച്ചതിന്റെ ആകാംക്ഷയിൽ കോഴിക്കോട് മാളിൽ നിന്ന് കഴിക്കാനുള്ളത്. സെയിം കടയാണെന്നാണ് അവള് പറയുന്നത്. ഞാനിവിടെ വന്നിട്ട് എനിക്ക് കുട്ടികളെ ഇഷ്ടമുണ്ടെന്ന് ഒരു ആഗ്രഹം പറഞ്ഞു. പിന്നെ എവിടെ നോക്കിയാലും കുട്ടികൾ അബദ്ധത്തെ അമ്മൂച്ച് പറഞ്ഞ് എനിക്ക് കുട്ടികളെയൊക്കെ ഇപ്പൊ ഇഷ്ടാടി. അതിനുശേഷന്റെ മക്കളെ ഇവിടെ ചുറ്റിനും കുട്ടികൾ തല തല്ലി തറയിൽ കിടക്കുന്നത്. അങ്ങനെ കൊറേ എണ്ണ. ലാസ്റ്റ് ഓള് എന്തോ ഒരു ബലൂൺ പൊട്ടിയപ്പോ ഞെട്ടി. അപ്പൊ ഞാൻ എന്ത് പറ്റിയിടി? അല്ല കൊറേ തലതെറിച്ച മക്കൾ.